ഹായ് ഗായ്സ്, ഗ്ലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 10th വീക്ക് വിഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 9 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 8 മത്സരാർത്ഥികളാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. അതിൽ ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന ആപ്പിൽ കയറിയിട്ട് തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വരും മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾക്കായും ബിഗ് ബോസ് തരമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. ഇന്ന് രാത്രി 9 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അത് അനീഷ് തന്നെയാണ് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത്. അനീഷ് തൻ്റെ ഒന്നാം പൊസിഷൻ വിട്ടുകൊടുക്കാനും യാതൊരു ഭാവവുമില്ല. ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 45,650 വോട്ട് നേടി ഒന്നാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ടാം പൊസിഷനിൽ അനുമോളാണ് തുടരുന്നത്. അനുമോൾ ഇപ്പോൾ അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടെ ഇതുവരെയ്ക്കും ആ പൊസിഷൻ എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല. തുടക്കത്തിൽ കാണിച്ച ഒരു ആവേശം ഇപ്പോൾ ഇല്ല. 40,890 വോട്ട് നേടി രണ്ടാം പൊസിഷനാണുള്ളത്. മൂന്നാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. പക്ഷേ ഷാനവാസിൻ്റെ വോട്ടിംഗ് നല്ലൊരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 29,100 വോട്ട് നേടിയാണ് മൂന്നാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. നാലാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെയാണ് തുടരുന്നത്. അക്ബർ ഇപ്പോൾ ഷാനവാസുമായിട്ട് ഏകദേശം അടുത്തൊരു വോട്ടിംഗ് സ്റ്റാറ്റസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 27,301 വോട്ട് നേടിയാണ് അക്ബർ നാലാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നെവിൻ കയറി വന്നിരിക്കുകയാണ്. വേദലക്ഷ്മിയെ അട്ടിമറിച്ചുകൊണ്ടുള്ളതാണ് അഞ്ചാം പൊസിഷൻ നെവിൻ കയറി വന്നിരിക്കുന്നത്. 24,112 വോട്ടിൻ്റെ ബലത്തിലാണ് തൻ്റെ അഞ്ചാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ആറാം പൊസിഷനിലേക്ക് വേദലക്ഷ്മി തള്ളപ്പെടുന്ന കാര്യമാണ് കാണുന്നത്. ഇതാദ്യമായിട്ടാണ് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്നതിന് ശേഷം പിന്നിലേക്ക് വീണ്ടും പോകുന്നത്. 24,098 വോട്ടോട് കൂടി ഡേഞ്ചർ സോണായിട്ടുള്ള ആറാം പൊസിഷനാണുള്ളത്. ഏഴാം പൊസിഷനിൽ സാബുമാനാണ് തുടരുന്നത്. സാബുമാൻ ഇപ്പോൾ വേദലക്ഷ്മിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 23,995 വോട്ടിൻ്റെ ബലത്തിൽ ഏഴാം പൊസിഷനിൽ തന്നെ ഡേഞ്ചർ സോണിൽ തുടരുകയാണ്. എട്ടാം പൊസിഷനിൽ ബെന്നി സബാസ്റ്റ്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത്തവണ പുറത്തു പോകുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. 22,980 വോട്ട് നേടി എട്ടാം പൊസിഷനിലാണുള്ളത്.